പലർക്കും തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ അനിവാര്യമായി ഈ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് മഴയ്ക്ക് വേണ്ടിയുള്ള ദുആ. ഇത് ടെമ്പറേച്ചർ കൂടി ഊഷ്മാവ് കൂടുന്ന ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിലല്ല, ഏപ്രിൽ മെയ് മാസത്തിലല്ല നമ്മളുള്ളത്. ഈ 4 മാസങ്ങളിലാണ് വേനൽക്കാലം. കിണറുകളിൽ വെള്ളം വറ്റുകയും ജീവിജാലങ്ങൾക്ക്, പക്ഷികൾക്ക് നാം ചെറിയ കുടങ്ങളിൽ അവർക്ക് ജലാശയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും വെള്ളം കുടിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി പ്രത്യേകം ടാങ്കറുകളും അതുപോലെ കുടിവെള്ളത്തിന്റെ സന്നദ്ധ സംഘടനകൾ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വേനൽക്കാലത്തിലല്ല നാം ഉള്ളത്. മറിച്ച് കുത്തിച്ചൊരിയുന്ന മഴ പെയ്യേണ്ട ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ്, അതായത് വർഷകാലത്താണ് നാം ജീവിക്കുന്നതെന്ന് നമുക്ക് ഓർമ്മ വേണം. 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം വരികയും വീടുകൾ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോവുകയും ഉരുൾപൊട്ടലുണ്ടായി എത്രയോ മനുഷ്യ ജന്മങ്ങൾ അടക്കമുള്ള ജീവികൾ, കൃഷികൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അതുപോലെ മറ്റു വലിയ സംരംഭങ്ങളൊക്കെ ഒലിച്ചു പോവുകയും നാശം സംഭവിക്കുകയും ചെയ്തതും ഹെലികോപ്റ്ററിൽ വരെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നത് ഇതേ ആഗസ്റ്റ് മാസത്തിലായിരുന്നു എന്നും നമുക്ക് ഓർമ്മ വേണം. ആ ആഗസ്റ്റിലെ അവസാന ദിവസമാണ് ഇന്ന്, ആഗസ്റ്റ് 31. നമ്മുടെ പള്ളിക്കുളത്തിൽ വെള്ളം നിറഞ്ഞ് ആ വെള്ളത്തിലാണ് ഉളുഹിയത്തിന്റെ ചോര കഴുകി കുളിക്കാറുണ്ടായിരുന്നത് എന്ന് ഉളുഹിയത്തിന് പങ്കെടുക്കുന്നവർ പറയും. പക്ഷേ നമ്മുടെ പള്ളിക്കുളത്തിൽ ഇതുവരെ വെള്ളം കൂടിയിട്ടില്ല. സഹോദരന്മാരെ, നമ്മൾ സമുദ്രത്തിന്റെ അല്ലെങ്കിൽ കടപ്പുറം ഏരിയയിൽ താമസിക്കുന്നവരായതുകൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നും നമ്മുടെ കിണറുകളിൽ നാം അനുഭവിക്കുന്നില്ല. പക്ഷേ വെള്ളമില്ലാത്തത് കൊണ്ട് കുറച്ച് കരയിൽ നിന്ന് കുറച്ചുകൂടി കയറിയാൽ മറ്റുള്ള ജില്ലകളിലേക്കും അതുപോലെ സമുദ്രത്തിന്റെ തീരപ്രദേശങ്ങളിൽ നിന്ന് മാറി മറ്റുള്ള ഏരിയകളിലേക്കും പോയാൽ വെള്ളത്തിന്റെ ദൗർലഭ്യം ഇപ്പോൾ തന്നെ അനുഭവിക്കുന്ന എത്രയോ നാടുകളുണ്ട്. ഇങ്ങനെ പോയാൽ ഇനിയുള്ള കാലം, അതായത് അടുത്ത 11 മാസങ്ങൾ എങ്ങനെയാണ് നാം ജീവിക്കുക എന്ന് പോലും ആലോചിച്ച് ഭയപ്പെടുന്ന ആളുകളുണ്ട്. ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കാതെ 60 ദിവസം വരെ ജീവിക്കാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഭക്ഷണം കഴിക്കാതെ 60 ദിവസം ജീവിക്കാനതിനർത്ഥം പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 60 ദിവസം ജീവിക്കാം. എന്നാൽ പച്ചവെള്ളമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഇറക്കുന്നതും അതുപോലെ ഭൂമിയിൽ നിന്ന് നമുക്ക് ഉറവയായി തരുന്നതുമായ പച്ചവെള്ളം, ശുദ്ധജലം ഇല്ലാതെ മനുഷ്യന് ഒരു ദിവസം പോലും ഓടിപ്പോയാൽ പട്ടിണി കടന്നുകൊണ്ട് 1-2 ദിവസം മാത്രമേ മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വെള്ളം കിട്ടാതായാൽ ഇതുവരെ ശാസ്ത്രം, ഞാൻ ഈ സംസാരിക്കുന്ന 31/8/2023 വരെ പച്ചവെള്ളം കണ്ടെത്തുന്ന ഒരു സംവിധാനം ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പച്ചവെള്ളത്തിന്റെ ശാസ്ത്രനാമം അവർ പറയുന്നത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിയാൽ പച്ചവെള്ളമായി എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ പച്ചവെള്ളത്തിന്റെ ചേരുവ എന്ന് പറയുന്നത് പച്ചവെള്ളത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് എന്നാണ്. എന്നാൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർത്തിട്ട് അത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഇതുവരെ ഒരു ശാസ്ത്രജ്ഞനും പച്ചവെള്ളം കുടിക്കാൻ പറ്റിയ പച്ചവെള്ളം കണ്ടെത്തിയിട്ടില്ല. അല്ലാഹു തആല നൽകിയ പച്ചവെള്ളത്തിന്റെ നിർവചനമാണ് ശാസ്ത്രജ്ഞൻ പറഞ്ഞത്.
അതല്ലാതെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂട്ടി മിക്സ് ചെയ്ത് പച്ചവെള്ളം ഉണ്ടാക്കാമെന്നോ അത് കുടിക്കാൻ കഴിയുന്ന പച്ചവെള്ളം ഇതുവരെ കുപ്പികളിൽ ലഭ്യമായിട്ടില്ല. നാം അങ്ങാടിയിൽ ചെന്ന് കൂൾബാറിൽ ചെന്ന് വില കൊടുത്തു വാങ്ങുന്ന പച്ചവെള്ളം, അത് മിനറൽ വാട്ടർ എന്ന് പറയുന്ന പച്ചവെള്ളം, അത് ജലത്തിന്റെ സ്രോതസ്സുകളിൽ നിന്ന് ഉറവിടങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും അതിലേക്ക് പ്രത്യേകമായ ലവണങ്ങളും മറ്റും ചേർത്ത് അതിന് മിനറൽ വാട്ടർ എന്ന പേര് പറഞ്ഞ് പുറത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് 20 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നതാണ് നാം കാണുന്നത്. ഇന്ന് തന്നെ വെള്ളത്തിന് വില കൊടുത്തു വാങ്ങേണ്ട ഒരവസ്ഥയാണ്. ഇനി ഒരൽപ്പം മുന്നോട്ട് പോയാൽ പച്ചവെള്ളത്തിന് വേണ്ടിയായിരിക്കും 3ാം ലോക മഹായുദ്ധം നടക്കുക എന്ന് വരെ ശാസ്ത്രജ്ഞന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞു 914 കാലഘട്ടങ്ങളിൽ, 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞു 945-ൽ. ഇനി ഒരു യുദ്ധം, ലോക മഹായുദ്ധം നടക്കുകയാണെങ്കിൽ അത് ശുദ്ധജലത്തിന് വേണ്ടിയായിരിക്കും എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, ഈ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു തആല ചോദിച്ചു, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. തബാറക സൂറത്തിലെ 30-ാമത്തെ ആയത്താണത്. ഈ ആയത്തോതി കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയൽ സുന്നത്താണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങളുടെ കിണറ്റിലെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ശുദ്ധജലം തരാനുള്ളത്? ആകാശത്ത് നിന്ന് മേഘമെങ്ങാനും വെള്ളത്തിന് പകരം ഉപ്പാണ് മേഘം നിങ്ങൾക്ക് ചൊരിഞ്ഞു തരുന്നതെങ്കിൽ ആരാണ് നിങ്ങൾക്ക് ശുദ്ധജലം തരാനുള്ളത്? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു മുജാദൻ ഫലൗലാ തഷ്കുറൂൻ. ആകാശമേഘങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് താഴേക്ക് ചൊരിഞ്ഞു തരുന്ന വെള്ളമെങ്ങാനും ഉപ്പായി തീർന്നാൽ, ഉപ്പ് രുചിയുള്ളതായി തീർന്നാൽ ശുദ്ധജലം തരാൻ നിങ്ങൾക്ക് ആരാണുള്ളത്? ആകാശത്ത് നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഉറവ് കൊണ്ടുന്നതോ ആയ 2 വിധത്തിലുള്ള വെള്ളത്തിന്റെ സ്രോതസ്സുകളാണ് നമുക്കുള്ളത്. ഇതെങ്ങാനും നമുക്ക് ലഭ്യമാകാതെ പോയാൽ ആരാണ് നിങ്ങൾക്ക് പകരം തരാനുള്ളതെന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഇതിന് ഉത്തരം പറയൽ സുന്നത്താണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ. നമ്മൾ എല്ലാ രാത്രിയിലും ഓതേണ്ട 2 സൂറത്താണ് ഇദാ വഖഅത്തി സൂറത്ത്, പിന്നെ തബാറക സൂറത്ത്. വെള്ളിയാഴ്ച രാവിലെ ഓതേണ്ട സൂറത്താണ് ഈ 2 സൂറത്തുകളോട് കൂടെ പിന്നെ സൂറത്തു ദുഖാൻ, പിന്നെ അൽ-കഹ്ഫ് സൂറത്ത്. അൽ-കഹ്ഫ് രാത്രി ഓതാൻ സാധിച്ചില്ലെങ്കിൽ രാവിലെ സുബഹിക്ക് ശേഷം ഓതുക. അപ്പോഴും സാധിച്ചില്ലെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പായി എപ്പോഴെങ്കിലുമായി അൽ-കഹ്ഫ് സൂറത്ത് ഓതൽ സുന്നത്താണെന്നത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. സഹോദരന്മാരെ, ഈ 2 സൂറത്തുകൾ, ഇദാ വഖഅത്തി സൂറത്തിൽ അല്ലാഹു ശുദ്ധജലത്തിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തബാറക സൂറത്തിന്റെ അവസാനത്തെ ആയത്തിൽ ശുദ്ധജലത്തിന്റെ പ്രാധാന്യം അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴാണ് നമുക്ക് അല്ലാഹു മഴ തടയപ്പെടുന്നത്? വിശദീകരണത്തിലേക്ക് കടക്കാൻ സമയമില്ല. ഒരൊറ്റ ഹദീസ് മാത്രമേ ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. എപ്പോഴാണ് അല്ലാഹു തആല നമുക്ക് മഴ തടയുന്നത്? എപ്പോഴാണ്? മഴ കിട്ടാതെയാകുമ്പോൾ, മഴ കിട്ടേണ്ട സമയത്ത്. ഇപ്പോൾ വർഷക്കാല സമയമാണല്ലോ. മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടാതായാൽ കന്നുകാലികൾ തെറ്റ് ചെയ്യുന്ന, തിന്മ ചെയ്യുന്നവരെ ശപിക്കുമെന്നാണ് കിതാബുകളിൽ. അപ്പൊ മഴ കിട്ടാതാവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം മനുഷ്യർ തെറ്റ് ചെയ്യുന്നു, തിന്മ ചെയ്യുന്നു എന്നുള്ളതാണ്. തിന്മ ചെയ്യുന്നത് മാത്രമല്ല, തൗബ ചെയ്യാതിരിക്കുന്നു എന്നതാണ് മഴ കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ആ വിഷയത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു ഹദീസിന്റെ അർത്ഥം മാത്രം പറയാനേ ഇപ്പോൾ സമയമുള്ളൂ. നാം ആരെങ്കിലും ആ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മുക്തനാവണം, ഞാൻ തൗബ ചെയ്യണം, പശ്ചാത്തപിച്ച് മടങ്ങണം. നാം ആരെങ്കിലും കേൾക്കുന്ന, നാം ആരെങ്കിലും ഈ തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നാം വിരമിക്കണം എന്നാണ് സാമ്പത്തികമായി ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാരണം
നാട്ടുകാർക്ക് കിട്ടേണ്ട ഒരു അനുഗ്രഹം, മഴ എന്ന അനുഗ്രഹം ഉൾപ്പെടെ ഒരു അനുഗ്രഹവും നാം ചെയ്യുന്ന തിന്മ കാരണം അല്ലാഹു തടയുന്ന ഒരു സാഹചര്യം വരുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഖംസുൻ, 5 കാര്യങ്ങൾ, ഇദബ്തുലീതും ബിഹിന്ന, ആ 5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, മാ മഹറത്തിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഹത്താ യുഅലിനു ബിഹാ ഇല്ലാ മഹറ ഫീഹിം الطاعون والأوجاع التي لم تكن في أسلافهم. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, وما نقصوا المكيال والميزان إلا أخذوا بالسنين وشدة المؤنة وجور السلطان. മൂന്നാമതായി തങ്ങൾ പറയുന്നു, وما منعوا زكاة أموالهم إلا منعوا القطر من السماء ولولا البهائم لم يمطروا. ഇതുവരെ മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. 4ഉം 5ഉം കാര്യങ്ങൾ ഇനിയുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാ വഹറത്തിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഹത്താ യുഅലിനു ബിഹാ, ഒരു സമുദായത്തിൽ, ഒരു നാട്ടുകാരിൽ, ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തിൽ ലൈംഗിക അരാജകത്വം പ്രകടമായാൽ, വ്യക്തമായി ചെയ്താൽ, ലൈംഗികമായ അരാജകത്വം ഒരു സമൂഹത്തിൽ സമൂഹത്തെ കാർന്നു തിന്നാൻ തുടങ്ങിയാൽ, ഒരു സമൂഹത്തിൽ വ്യക്തമായി പ്രകടമായി ലൈംഗികമായ അരാജകത്വം വന്നു ചേർന്നാൽ, എത്രത്തോളം എന്ന് വെച്ചാൽ പരസ്യമായി ലൈംഗികമായ അരാജകത്വം ഒരു സമുദായത്തിൽ പിടിപെട്ടാൽ, ആ സമൂഹത്തിൽ പിടിപെടും, പ്ലേഗ് പിടിപെടപ്പെട്ടു പോകും. മുൻപ് കാലത്തൊന്നും കേട്ടുകേൾവിയില്ലാത്ത, മുൻപ് കാലത്തൊന്നും മുൻപ് കാലത്തൊന്നും ചികിത്സിക്കാനോ അല്ലെങ്കിൽ ഒരു കേട്ടുകേൾവിയുമില്ലാത്ത രോഗങ്ങളെ കൊണ്ട് അല്ലാഹു ആ സമൂഹത്തെ പരീക്ഷിക്കുന്നതാണ്. حتى يعلنوا بها إلا ظهر فيهم الطاعون والأوجاع التي لم تكن في أسلافهم. ഒന്നാമതായി തങ്ങൾ പറഞ്ഞത് ത്വാഊന് പിടിപെടും. ത്വാഊൻ എന്ന് പറഞ്ഞാൽ പ്ലേഗ് രോഗം എന്നാണ് അതിന്റെ നേരെ. ഇന്ന് പ്ലേഗ് രോഗം ഉണ്ടോ എന്നാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, പ്ലേഗ് രോഗം എന്നതുകൊണ്ട് ആ പ്ലേഗ് രോഗം മാത്രമാണോ അതിന്റെ ഉദ്ദേശം? അതല്ല, മറ്റു പകർച്ചവ്യാധികൾ മാത്രം എല്ലാം അതിൽ ഉൾപ്പെടുമോ? പകർച്ചവ്യാധിയായ എല്ലാം അതിൽ ഉൾപ്പെടും, പ്ലേഗ് രോഗം മാത്രമല്ല. പ്ലേഗ് രോഗം കൊണ്ട് മാത്രമല്ല, ആ വാക്കുകൊണ്ട് പ്ലേഗ് രോഗം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പകർച്ചവ്യാധിയായി വരുന്ന എല്ലാ അസുഖങ്ങളും അതിൽ ഉൾപ്പെടും. അപ്പൊ നാട്ടിൽ പകർച്ചവ്യാധി വർദ്ധിക്കും, നാട്ടിൽ പകർച്ചവ്യാധി സാംക്രമികമായ രോഗങ്ങൾ വർദ്ധിക്കും. ചികിത്സിക്കാൻ ചെന്നാൽ ആ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അസുഖം പിടിപെടുന്നു. രോഗിയായി മരണപ്പെട്ടാൽ ആ മരിച്ച മയ്യത്തിനെ കഫംപുട അല്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്കും രോഗം പകരുന്നു. ആ മയ്യത്തിനെ കട്ടിലിൽ കൊണ്ടുപോയി കബറിലേക്ക് വെക്കാൻ വേണ്ടി ആരൊക്കെ ഒത്താശ ചെയ്യുന്നുണ്ടോ, ശ്രമിക്കുന്നുണ്ടോ, അവർക്കും ആ രോഗം പിടിപെടുന്നു. അങ്ങനെ ഒരു രോഗം ഒരാൾക്ക് വന്നാൽ അയാളെ തുടർന്നുകൊണ്ട് 10ഓ 15ഓ ആൾക്കും അതേ രോഗം പിടിപെടുന്നു. അവരെ ചികിത്സിക്കാനും അവരെ മയ്യത്ത് സംസ്കരണത്തിന് അതിൽ കൂടുകയും ചെയ്ത ആളുകൾക്കും വീണ്ടും ആ രോഗം പിടിപെടുന്നു. അങ്ങനെ ആ രോഗം സമൂഹത്തിൽ മുഴുവൻ പകർന്ന് സാംക്രമികമായ രോഗം പകർന്നു പിടിക്കുന്ന ഒരു പരീക്ഷണം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. നമുക്കറിയാം, മംബൂസ് മൗലിദിന്റെ സമാപനത്തിൽ ഒരു ദുആയുണ്ട്, വഅൻ തസ്രിഫ അന്ന الطاعون والبلاء. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഈ മംബൂസ് മൗലിദിലെ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നസ്അലുക ബിനബിയിക്കൽ കരീം വവലിയിക്കൽ അദീം. മംബൂസ് മൗലിദിന്റെ സമാപനത്തിലാണോ അതല്ല ശറഫുൽ അനാമിന്റെ സമാപനത്തിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സഹോദരന്മാരെ, ഏത് മൗലിദാണെങ്കിലും മൗലിദിന്റെ സമാപനത്തിൽ ഒരു ദുആയുണ്ട്, അല്ലാഹുവേ നസ്അലുക ബിനബിയിക്കൽ കരീം, മുത്ത് നബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന
അല്ലെങ്കിൽ തങ്ങളെ ഹംദ് ബറക്കത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അവിടെ വലി എന്നതിന്റെ ഉദ്ദേശം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളാണെന്ന് പറയപ്പെടുന്നു. കാരണം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണല്ലോ മഖ്ദൂസ് മൗലിദ് ഉണ്ടാക്കുന്നത്. അവരുടെ ഉസ്താദ് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളാണ്. ഇനി അതല്ല, മറ്റ് അഭിപ്രായങ്ങളുമുണ്ട്. ഏതായിരുന്നാലും ഔലിയാക്കളെ തവസ്സുലാക്കി അല്ലാഹുവേ ഞാൻ ചോദിക്കുന്നു, നാട്ടിൽ പിടിപെട്ടിട്ടുള്ള ത്വാഊൻ എന്ന രോഗം അത് നീ തട്ടി മാറ്റി കളയണേ റബ്ബേ എന്ന് മഖ്ബൂസ് മൗലിദിന്റെ സമാപനത്തിൽ ദുആ ഉണ്ട്. എന്തുകൊണ്ടാണ് മഖ്ബൂസ് മൗലിദ് രചിക്കാനുണ്ടായിരുന്ന സാഹചര്യം? നാട്ടിൽ പ്ലേഗ് രോഗം പിടിപെട്ടപ്പോൾ മഹാന്മാരെ നിർദ്ദേശിച്ചതാണ് മഖ്ബൂസ് മൗലിദ് ഓതാൻ. ചരിത്രം അതിലേക്ക് ഞാൻ വിശാലമായി കിടക്കുന്നില്ല, പലപ്പോഴായത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. സഹോദരന്മാരെ, നാട്ടിൽ പിടിപെട്ട പ്ലേഗ് രോഗത്തിൽ നിന്ന് നാട്ടുകാർക്ക് സമൂഹത്തിന് മോചനം കിട്ടാൻ വേണ്ടി ഉസ്താദുമാര് നമ്മുടെ പൂർവ്വപിതാക്കന്മാര് നിർദ്ദേശിച്ചു കൊടുത്തതാണ് മഖ്ബൂസ് മൗലിദ് എന്നത്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ മഖ്ബൂസ് മൗലിദ് മറ്റു പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓതാൻ വേണ്ടി മഹാന്മാര് നിർദ്ദേശിക്കാറുണ്ട്. റബീഉൽ അവ്വൽ മാസം ആഗതമാവുകയാണ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ നമ്മുടെ വീടുകളിൽ മഖ്ബൂസ് മൗലിദിന്റെ ആദ്യത്തെ ഹദീസ് ഓതാത്ത ഒറ്റ രാത്രിയും ഉണ്ടാവാൻ പാടില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നമ്മുടെ വീട്ടിൽ മഖ്ബൂസ് മൗലിദിന്റെ ആദ്യത്തെ ഹദീസ് ഓതാത്ത, ആദ്യത്തെ ഹദീസിന്റെ ശേഷം വരുന്ന ബൈത്ത് ചൊല്ലാത്ത ഒരൊറ്റ ദിവസവും ഉണ്ടാവാൻ പാടില്ല. കൂടിയാൽ 10 മിനിറ്റേ അതിനാവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാത്രമേ നമുക്ക് അതിന്റെ ആദ്യത്തെ ഹദീസും അതിലെ ബൈത്തും ചൊല്ലാൻ ആവശ്യമുള്ളൂ. ആ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ ദിവസവും ഒരേ ബൈത്ത് തന്നെ ഓതിയാലും കുഴപ്പമില്ല, എല്ലാ ദിവസവും ഒരേ ഹദീസ് തന്നെ ഓതിയാലും കുഴപ്പമില്ല. മറ്റുള്ള ബാക്കി ഓതണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ മറ്റുള്ള മൗലിദുകൾ ഓതരുതെന്നല്ല, അശ്റഖ ചൊല്ലേണ്ടതില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതൊന്നും സാധിക്കാത്തവൻ, സമയത്തിരക്കുള്ളവൻ, അല്ലെങ്കിൽ ജോലി തിരക്കുള്ളവർ, അതല്ലെങ്കിൽ മറ്റുള്ള ഹദീസുകൾ നോക്കി ഓതാൻ കണ്ണിന് കാഴ്ച പരിമിതിയുള്ളവർ, അതുമല്ലെങ്കിൽ അറബി അക്ഷരം ഓതാൻ സാധിക്കാത്തവർ, ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ പോലും മഖ്ബൂസ് മൗലിദിലെ ആദ്യത്തെ ഹദീസും അതിലെ ബൈത്തും ഓതാത്ത റബീഉൽ അവ്വലിലെ 30 ദിവസങ്ങളിൽ ഒരൊറ്റ രാത്രിയും ഉണ്ടാവാൻ പാടില്ല എന്ന് എന്റെ ശരീരത്തോടും സഹോദരന്മാരെ നിങ്ങൾ ഓരോരുത്തരോടുമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതിലെ ഹദീസ് ഓതാൻ കഴിയില്ലെങ്കിൽ അതിലെ ബൈത്തെങ്കിലും ഓതാത്ത ഒറ്റ രാത്രിയും നമുക്കുണ്ടാവരുത്. 7 വരികൾ മാത്രമേ അതിലുള്ളൂ. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحي والحبيب العربي. ഇതാണ് ബൈത്ത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. മഖ്ബൂസ് മൗലിദിന്റെ ബൈത്ത് ഏതാണ് എന്ന് അറിയാത്തവരും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതാണ് ബൈത്ത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു മത്സരത്തിൽ, ഒരു ക്വിസ് മത്സരത്തിൽ ഒരു പെണ്ണിനോട്, ഒരു മുസ്ലിം പെണ്ണിനോട് ക്വിസ് മത്സരത്തിൽ ചോദ്യം ചോദിക്കുന്ന ആൾ ചോദിക്കുകയാണ്, ഖുർആനിലെ ഒരു വനിതയുടെ, ഒരു ഔലിയാക്കളിൽപ്പെട്ട ഒരു വനിതയുടെ പേരിൽ, ആ വനിതയുടെ പേര് കൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്തുണ്ട്, ഏതാണ് ആ സൂറത്ത് എന്ന് ചോദിച്ചു. ഉത്തരം 4 ഉത്തരം കൊടുത്തിട്ടുണ്ട്. 4 ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ 4 ഉത്തരങ്ങളിൽ നിന്ന് ഒരു മഹദിയുടെ പേര് കൊണ്ട് തുടങ്ങുന്ന സൂറത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് തെരഞ്ഞെടുത്തത് എനിക്കറിയില്ല, ഓഡിയൻസിന്റെ സഹായം വേണം എന്ന്, ശ്രോതാക്കളെ സഹായം വേണം എന്ന് പറഞ്ഞ് ഓഡിയൻസ് പറഞ്ഞു കൊടുത്തത് ആൽ ഇംറാൻ എന്നാണ്. മറിയം സൂറത്ത് ഉത്തരം 4 ഉത്തരങ്ങളിൽ ഒന്ന് മറിയം സൂറത്താണ്, പിന്നൊന്ന് അൽ ബഖറയാണ്. അൽ ബഖറ തെരഞ്ഞെടുക്കാത്തത് വലിയ ഭാഗ്യം. സഹോദരന്മാരെ, ആൽ ഇംറാൻ എന്നാണ് ഉത്തരം പറഞ്ഞത്. എന്നാൽ അടുത്ത ചോദ്യം എന്താണ്? ഒരു ശബ്ദം കേൾപ്പിക്കുകയാണ്.
ആ ശബ്ദം അല്ലെങ്കിൽ ഈ പാട്ട് ഏത് സിനിമയിലേതാണെന്ന് അടുത്ത ചോദ്യം. ആ പാട്ട് കേട്ട ഉടനെ തന്നെ പെണ്ണ് പറഞ്ഞു, എനിക്ക് ഓപ്ഷൻസ് വേണ്ട, എനിക്ക് 4 ഉത്തരം തരേണ്ടയില്ല, ആ പാട്ട് ഇന്ന സിനിമയിലാണെന്ന് പറഞ്ഞു. മുസ്ലിം സഹോദരി, ഇത് ടിവിയിൽ നേരിട്ട് ഞാൻ കണ്ടതാണ്. സഹോദരന്മാരെ, ഈ ഒരു സംഭവം ഇങ്ങനെ വിശദീകരിച്ചു വരുമ്പോ ഒരാൾ പറഞ്ഞു തന്ന ക്ലിപ്പ് കാണിച്ചു തന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഭൗതികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അനിസ്ലാമികമായ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ വിശദമായ അതിന്റെ സാബിഖും അതിന്റെ ലാഹിഖും അതിന്റെ അസ്ലും അതിന്റെ ഫറഉം മുഴുവൻ നമ്മുടെ ആളുകൾക്ക് അറിയാം. എന്നാൽ പരിശുദ്ധ ദീനിന്റെ ഒരു കാര്യം ചോദിച്ചാൽ എത്ര ലളിതമായ ചോദ്യമാണ് ചോദിച്ചത്. ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് പോലും അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ഒരു സ്വഭാവത്തിലേക്കാണ് നമ്മുടെ സമുദായം നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. സഫർ 12 കഴിഞ്ഞു. സഫർ 12-ന് നമ്മുടെ പലരുടെയും ഉമ്മമാരുടെ വീട്ടുമുറ്റത്ത് ഓണപ്പൂക്കളം തീർത്തിരുന്നു എന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലേണ്ട കാര്യമാണ്. നമ്മുടെ പലരുടെയും വീട്ടിന്റെ അകത്തലങ്ങളിൽ സദ്യ ഒരുക്കിയിരുന്നു എന്നത്, പലരും വലിയ വില കൊടുത്ത് 1000-കണക്കിന് വില കൊടുത്ത് പുടവ വാങ്ങിയിരുന്നു എന്നത്, നേരത്തെ പറഞ്ഞ ആയത്തോട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഓതിയിട്ട് മാത്രം കേൾക്കാൻ മാത്രം ഗൗരവമേറിയ കാര്യമാണ്. ഷഹാദത്ത് കലിമ ചൊല്ലാൻ മാത്രം വലിയ തെറ്റാണത്. സഹോദരന്മാരെ, സഫർ 12-ന് നമ്മുടെ പലരുടെയും വീട്ടകങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പലരുടെയും കുട്ടികൾ കോളേജുകളിലും ക്യാമ്പസുകളിലും ചെയ്തത് എന്തൊക്കെയാണെന്ന് വിശദമായി ഈ പറയാൻ പറ്റിയ ഒരു മിഹ്റാബിലല്ല ഞാൻ നിൽക്കുന്നത്. ഈ മിഹ്റാബിൽ അങ്ങനെയുള്ള വാക്കുകൾ പറയാൻ പോലും പറ്റില്ല. മഹാന്മാരായ സാത്വികന്മാരായ ഔലിയാക്കള് നേതൃത്വം കൊടുത്തൊരു മിഹ്റാബാണ്. ഇവിടെ പ്രയോഗിക്കാൻ പറ്റിയ ചില വാക്കുകളുണ്ട്, അതേ ഇവിടെ പറയാൻ പറ്റുള്ളൂ. സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് ഇങ്ങനെ അധാർമികതയും തോന്നിവാസവും അനിസ്ലാമികമായ കാര്യങ്ങളും നമ്മുടെ വീട്ടകങ്ങളിലേക്ക് കടന്നു വരുന്നു. മൗലിദിന്റെ ഏടുകൾ എടുത്തു മാറ്റി, മൗലിദിന്റെ ഏട് പലപ്പോഴും ഓതാൻ വേണ്ടി നമ്മൾ ചെന്നാൽ ഒരു തലയിണക്ക് പുറത്തവർ മൗലിദിന്റെ ഏട് വെച്ച് വരും. പക്ഷേ മൗലിദിന്റെ ആദ്യത്തെ 4-5 പേജുകൾ കീറിപ്പോയിട്ടുണ്ട്. മൗലിദിന്റെ ഏടിന്റെ അവസാനത്തെ 4-5 പേജുകളും കീറിപ്പോയിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരനോട് ചോദിച്ചു, ഏതാണ് ഓതേണ്ടത്? അപ്പോൾ വീട്ടുകാരൻ ഓതേണ്ട മൗലിദിന്റെ പേരറിയില്ല. ഓരോ സമയത്തും ഓരോന്നാണല്ലോ ഓതുക. റബീഉൽ അവ്വൽ മാസമായാൽ ഓതുന്ന മൗലിദാണല്ലോ റമദാൻ മാസത്തിൽ 17 ഓതുന്നത്. ഏതാണ് ഓതേണ്ടത്? ഒരാൾ മരണപ്പെട്ടതിന്റെ 40-നാണെങ്കിൽ ഓതുന്നത് മറ്റൊരു മൗലിദാണ്. അപ്പോൾ ഓതേണ്ട മൗലിദ് എന്ന് ചോദിച്ചാൽ വീട്ടുകാരന് പറയാൻ അറിയില്ല. മൗലിദിന്റെ ഏട്ടിന്റെ മുകളിൽ കൈ വെച്ചുകൊണ്ട് കൈ കുത്തി വെച്ചുകൊണ്ട് ഉറങ്ങുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. മുസ്ഹഫിന്റെ മുകളിൽ പേന കൊണ്ട് മുസ്ഹഫ് ഒരു പേപ്പറിൽ എഴുതാൻ ടൈൽസുമല്ലോ അല്ലെങ്കിൽ ഉമ്മപ്പടി ടൈൽസിലോ മറ്റോ എഴുതുമ്പോ പേപ്പറിൽ എഴുത്ത് കൃത്യമായി എഴുതാൻ കഴിയൂല. അപ്പോൾ മുസ്ഹഫിന് അതിന്റെ മുകളിൽ പേപ്പർ വെയിറ്റിന് വേണ്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ എഴുതുന്നവരുണ്ട്. ഇതൊന്നും അറിയാതെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്താൻ സലാമത്താക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ അടുത്തൊരു സഹോദരൻ കടയിൽ പോയി പടക്കം വാങ്ങിയപ്പോ ആ പടക്കം ഒരു ഓലപ്പടക്കമാണ്. ഓലപ്പടക്കം ഉണ്ടാക്കുന്നത് നമുക്കറിയാം, അത് കടലാസിലാണ്. ആ കടലാസ് ആ ഓലപ്പടക്കം പൊട്ടിക്കാതെ ആ കടലാസ് ഒന്ന് കെട്ടയച്ച് നോക്കിയപ്പോൾ പരിശുദ്ധ ഖുർആന്റെ പേജുകളാണ്. എവിടെ നിന്നാണ് ഓലപ്പടക്കം പൊതിയുന്ന വഴി പരിശുദ്ധ ഖുർആന്റെ പേജുകൾ കിട്ടിയത്? അത് 4-ാം ക്ലാസ്സിലെ മുസ്ഹഫ്. ആ ക്ലാസ്സിൽ നിന്ന് ജയിച്ച കുട്ടി 5-ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോ 4-ാം ക്ലാസ്സിലെ മുസ്ഹഫ് തൂക്കി വിൽക്കുന്ന ആളുകൾ, പഴയ സാധനങ്ങൾ എടുക്കാൻ വന്ന ആളുകൾക്ക് തൂക്കി വിറ്റതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ മക്കൾക്ക് അത് മുസ്ഹഫാണെന്നും അത് സൂക്ഷിക്കേണ്ട വിധത്തിൽ സൂക്ഷിക്കണമെന്നും പറഞ്ഞു കൊടുക്കേണ്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഉസ്താദുമാരെ, ഞാൻ എന്നെ അടക്കം എല്ലാവരോടും പറയുന്നു, ഇതെല്ലാം ദീനിന്റെ തഅലീമിന്റെ ഭാഗങ്ങളാണ്. അത് തഅലീം ചെയ്യൽ നിർബന്ധമാണ്. വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. വിഷയമായതുകൊണ്ട് അതിലേക്ക് പറ്റാത്ത മാ വഹറത്തുൽ ഫാഹിഷതു ഫി ഖൗമിൻ ഹത്താ യുഅലിനു ബിഹാ. പരസ്യമായി ലൈംഗിക അരാജകത്വം ഒരു സമുദായത്തിൽ വന്നുപെട്ടാൽ,
ഒറ്റ പേര് മാത്രം പറഞ്ഞാൽ ഈ ഹദീസിന്റെ വിശദീകരണം മനസ്സിലാകും. ഇൻസ്റ്റഗ്രാം അത് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി നീ പറയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞാൽ മാത്രം മനസ്സിലാവും ഈ ഹദീസിന്റെ അർത്ഥം. വിശദീകരണം പറയേണ്ട അതിന്റെ സാഹചര്യവുമല്ല, പറയാനുള്ള സമയവുമില്ല, പറയാൻ പറ്റിയ സ്ഥലവുമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു സോഷ്യൽ മീഡിയയും ഏതൊരു ആധുനിക ഉപകരണവും അത് നന്മക്കും ഉപയോഗിക്കാം, ഉപയോഗിക്കുന്നവന്റെ ഈ തത്വ പോലെയാണ്. തിന്മക്കും ഉപയോഗിക്കാം, ഉപയോഗിക്കുന്നവന്റെ കയ്യിലിരിപ്പ് പോലെയാണ്. കയ്യിലിരിപ്പ് നന്നായാൽ ഏതൊരു കാര്യവും നമ്മുടെ യാറത്തുങ്കല നൂർ മുഹമ്മദ് തങ്ങളുടെ പാപ്പാന്റെ ഉദാഹരണം അല്ലാഹു തആല ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അത് സോഷ്യൽ മീഡിയ അത് ഏറ്റവും നല്ല ദീനിയായ കാര്യങ്ങൾക്ക്, ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതിന്റെ എത്രയോ സംഭവങ്ങൾ അനുഭവസ്ഥർ പറയുന്നത് നാം കേട്ടതാണ്, ഞാൻ നേരിൽ കണ്ടിട്ടില്ല. അത് ഉപയോഗിക്കുന്നവന്റെ കയ്യിലിരിപ്പ് പോലെയാണ്. ഇൻസ്റ്റഗ്രാം ആണെങ്കിലും അതിൽ നല്ല കാര്യങ്ങളുണ്ട്, എന്നാൽ ഭൂരിഭാഗവും 90% അത് ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അതുപോലെ പല ഉദാഹരണങ്ങളുമുണ്ട്. ലൈംഗികമായ അരാജകത്വം ഒരു സമുദായത്തെ കാർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളായ ആളുടെ കാര്യം തന്നെ, നമ്മുടെ വിശ്വാസക്കാരായ ദീനിയായി ഒരു പക്ഷേ 10ാം ക്ലാസ്സിൽ ഒന്നാം റാങ്ക് കിട്ടിയ പെൺകുട്ടികളായിരുന്നു. +2ലും +1ലും A+ നേടിയ കുട്ടികളാണ് മദ്രസയിൽ. ആ കുട്ടിയെ പിന്നീട് കാണുന്നത് എവിടെയാണ്? ആ കുട്ടിയെ പിന്നീട് കാണുന്നത് സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന് ടൂറിന് പോകുന്ന ബസ്സിൽ ഏതോ പാശ്ചാത്യ സംഗീതങ്ങൾ ആ ബസ്സിൽ ഉറക്കെ DJ പാട്ടുകൾ ഇട്ടിരിക്കുന്നു. എന്നിട്ട് ആ പാട്ടിനനുസരിച്ച് തുള്ളുകയാണ്. ആരാണ് തുള്ളുന്നത്? +2ന് 1ാം ക്ലാസ് കിട്ടിയ A+1ന് നബിദിനത്തിന് സമ്മാനം വാങ്ങിയ കുട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വ്യക്തിപരമായ ഇൻഡിവിജ്വൽ ഉദാഹരണം എടുത്ത് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ലൈംഗികമായ പല വിധത്തിലുള്ള അരാജകത്വങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായാൽ ആ നാട്ടിൽ പ്ലേഗ് രോഗമുണ്ടാകും, സാംക്രമിക രോഗമുണ്ടാകും, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകും. പൂർവ സമുദായത്തിൽ ആരും കേട്ടുകേൾവിയുമില്ലാത്ത രോഗങ്ങളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. കൊറോണ വന്നുപോയി. കൊറോണ എന്ന രോഗമുണ്ടെങ്കിൽ ഛർദിയ പറയും, അങ്ങനെ രോഗം ഉണ്ടെങ്കിൽ ആ രോഗം സാംക്രമിക രോഗമായി അല്ലാഹു നമ്മളെ പരീക്ഷിച്ചതാണ്. ഇല്ലെന്ന് പറയുന്നു, അത് പരീക്ഷണമായിരുന്നു, അല്ലെങ്കിൽ അത് കുടുംബാസൂത്രണത്തിന് വേണ്ടി ആളുകളുടെ ജനസംഖ്യ കുറക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് വേറെ വിഭാഗവും പറയുന്നു. ആ 2 വിഭാഗത്തിലും കൂടാൻ ഞാനില്ല. സഹോദരന്മാരെ, അങ്ങനെ രോഗം വന്നിട്ടുണ്ടെങ്കിൽ, ആ രോഗം അതിന് ഹഖീഖത്തുണ്ടെങ്കിൽ, ആ രോഗം ഈ പറഞ്ഞ കൂട്ടത്തിൽ ഉൾപ്പെടും. മുൻകാലങ്ങൾക്ക് കഴിഞ്ഞു പോവാത്ത രോഗങ്ങൾ. അങ്ങനെ എത്ര രോഗങ്ങൾ വന്നു. എയ്ഡ്സ് വന്നു, അതുപോലെ ക്യാൻസർ വന്നു. ക്യാൻസർ പിന്നെ പകർച്ചവ്യാധിയല്ല. അങ്ങനെ പകർച്ചവ്യാധിയായ പല രോഗങ്ങളും ഒന്നും മരുന്നില്ലാത്ത രോഗങ്ങള്, കേട്ടാൽ പോലും പേര് പറയുമ്പോൾ പോലും പേടിച്ചു പോകുന്ന രോഗങ്ങള്. ആ രോഗം പിടിപെട്ടാൽ രോഗിയോട് നിനക്ക് ഈ രോഗമുണ്ടെന്ന് നമ്മൾ പറയാറില്ല. ഒരു രോഗിക്ക് ഈ രോഗം വന്നാൽ നിനക്ക് ഈ രോഗമാണെന്ന് പോലും രോഗിയോട് പറയാറില്ല. അങ്ങനെയുള്ള രോഗങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷവരെ, ആ രോഗം വരുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ഒരു താക്കീതുണ്ട്. ലാ തുസീബന്നല്ലദീന വലമു മിൻകും ഖാസ്സ. ഇത് തെറ്റ് ചെയ്തവർക്ക് മാത്രമല്ല. ഈ പരീക്ഷണം വരുമ്പോൾ അല്ലാഹു പരീക്ഷിക്കുന്നത് തെറ്റ് ചെയ്തവരെ മാത്രമായിരിക്കില്ല. ഒരു പരീക്ഷണം വരുമ്പോൾ തെറ്റ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും പൊതുവായിട്ടാണ് ആ പരീക്ഷണം വരിക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തെറ്റ് ചെയ്തവരുടെ കാരണമായി തെറ്റ് ചെയ്യാത്തവർ, തിന്മ ചെയ്തവരുടെ കാരണമായി തിന്മ ചെയ്യാത്തവർക്കും അസുഖം വരുന്നു, രോഗങ്ങളെ കൊണ്ട് പരീക്ഷണം വരുന്നു. എത്രയാണ് പ്രയാസങ്ങൾ. ആ ഹദീസിന്റെ ബാക്കി ഓതുക. വലാ മനഉ വലാ നഖസുൽ മിക്യാല വൽ മീസാൻ. അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിച്ചാൽ, അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിച്ചാൽ ഇല്ലാ ഉഖിദു ബിസ്സിനീന. ആ നാട്ടുകാരെ, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകളെ അല്ലാഹു തആല മഴയില്ലാത്ത ജദബ് കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും, ബറം കൊണ്ട് പരീക്ഷിക്കും, അല്ലെങ്കിൽ ജലക്ഷാമം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. ഇല്ലാ ഉഖിദു ബിസ്സിനീന വശിദ്ദത്തിൽ മുഗ്നതി. വിലക്കയറ്റം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. അക്രമിയായ ഭരണാധികാരിയെ കൊണ്ടും അല്ലാഹു ആ സമൂഹത്തെ പരീക്ഷിക്കുന്നതാണെന്ന്
ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, അല്ലാഹുവിനെ നേരിൽ കണ്ട് നമുക്ക് വിശദീകരിച്ചു തന്ന, സ്വർഗ്ഗമുണ്ടെന്ന് നേരിൽ കണ്ട് നമുക്ക് വിശദീകരിച്ചു തന്ന സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സഹോദരങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഏറ്റ വ്യത്യാസം അളവ് തൂക്കങ്ങളിൽ ഏറ്റ വ്യത്യാസം ചെയ്താൽ, കൃത്രിമം കാണിച്ചാൽ അവർക്ക് അല്ലാഹു മഴയില്ലാതെ അവരെ പരീക്ഷിക്കും, ക്ഷാമം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. വസ്സിനീന വശിദ്ദത്തിൽ മുഗ്നതി, വിലക്കയറ്റം കൊണ്ട് പരീക്ഷിക്കുന്നതാണ്. വജൗലി സുൽത്താൻ, അതുപോലെ അക്രമിയായ ഭരണാധികാരിയെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. ഈ മൂന്ന് നമ്മളെ നാട്ടിൽ അല്ലേ ക്ഷാമം, അതാണ് പറഞ്ഞു തുടങ്ങിയത്. ക്ഷാമത്തിന്റെ പ്രയാസമുണ്ട്, അതുപോലെ തന്നെ വശിദ്ദത്തിൽ മുഗ്നതി, വിലക്കയറ്റമുണ്ട്. 9 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കുറ്റി ഗ്യാസിന്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡൊമസ്റ്റിക് ഗ്യാസിന് എന്തായിരുന്നു വില? ഒരു കുറ്റി ഗ്യാസിന് 400 രൂപയായിരുന്നു. ഇന്ന് എത്രയാണ് ഒരു കുറ്റി ഗ്യാസിന്റെ വില? 1150. 9 കൊല്ലങ്ങൾക്ക് ശേഷം, അതായത് ഈ 9 കൊല്ലം എന്നതിന്റെ അർത്ഥം മനസ്സിലാകും. 9 കൊല്ലങ്ങൾക്ക് ശേഷം 1150 ആയി. വില കൂടിയോ കുറഞ്ഞോ? പെട്രോളിന്റെ വില കൂടിയാൽ പിന്നെ മുഴുവൻ വസ്തുക്കളുടെയും വില കൂടും. പെട്രോളാണ് വില കൂടുന്നതും കുറയുന്നതും തീരുമാനിക്കുന്നത്. അത് കൂടിയാൽ മറ്റുള്ള പെട്രോൾ മീൻസ് ഇന്ധനത്തിന് വില കൂടിയാൽ ബാക്കിയുള്ള എല്ലാ വസ്തുവിന്റെയും വില കൂടും. സഹോദരന്മാരെ, മറ്റുള്ള മുഴുവൻ രാജ്യങ്ങളിലും ഇതേ ഇന്ധനത്തിന് അവർ ഈടാക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി 10, 20, 30% ഇന്ത്യയിൽ കൊടുക്കുന്നത്. ഇന്ത്യക്കാരിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങൾ ഇന്ധനം വാങ്ങുന്നുണ്ട്. ആ രാജ്യത്ത് പോലും ഇന്ത്യയുടെ അത്രയും വില പെട്രോളിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യക്കാരിൽ നിന്ന് അവർ വാങ്ങുന്നു, മറ്റുള്ള രാജ്യക്കാർ. ആ രാജ്യത്ത് ഇന്ത്യയിൽ കിട്ടുന്ന 1 ലിറ്റർ പെട്രോളിന്റെ വില ആ രാജ്യത്തില്ല. അത്രയും വലിയ പ്രയാസം, സാമ്പത്തികമായ വിലക്കയറ്റം രൂക്ഷമായ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ജൗരി സുൽത്താൻ, അക്രമിയായ ഭരണാധികാരിയെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല സഹോദരന്മാരുടെ. ഈ രണ്ടാമത്തെ കാര്യമാണ്. ഈ വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കടക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഏകദേശം സമാധാനം നിലനിൽക്കുന്ന നീതിയും അതുപോലെ തന്നെ ന്യായവും നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. എന്നാൽ കേരളത്തിന്റെ പുറത്തേക്ക് പോയാൽ, നമ്മുടെ നാടിന്റെ അയൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയാൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ കേട്ടാൽ, രാവിലെ പുറപ്പെട്ട നമ്മുടെ വീട്ടുകാരൻ, ഒരു വീട്ടിൽ നിന്ന് രക്ഷിതാവ് രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വരുന്നില്ല എന്ന വാർത്തയാണ്. അതുപോലെ പച്ചക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന വാർത്തയാണ്. അതുപോലെ തന്നെ ഭരണാധികാരികളുടെ സമ്മതത്തോടുകൂടി അവിടെ വർഗീയ വംശീയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കേട്ടില്ലെന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വാർത്തകൾ കേൾക്കാതെ പോകുന്നു. അതല്ലെങ്കിൽ ഇതൊന്നും കേരളത്തിൽ വരൂല എന്ന സമാധാനത്തിൽ, മൂഢമായ സമാധാനത്തിൽ ഇരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുക മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള ആയുധം. വേറെ ആയുധങ്ങളൊന്നുമില്ല. സത്യവിശ്വാസിയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അല്ലെങ്കിൽ അവസാനത്തെയും ആയുധം ദുആ മാത്രമാണ്. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത് നാം മനസ്സിലാക്കുക. മൂന്നാമതായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ മനഉ സകാത അംവാലിഹിം, സമ്പത്തിന്റെ ഐച്ഛികവും നിർബന്ധവുമായ സകാത്ത് കൊടുക്കാതിരുന്നാൽ, സുന്നത്തായ സ്വതക്കയും സകാത്തുണ്ട്, നിർബന്ധമായ സകാത്തുണ്ട്. ഈ 2 സകാത്തുകളും കൊടുക്കാതിരുന്നാൽ ആകാശത്തു നിന്ന് അല്ലാഹു മഴ തടയുന്നതാണ്. അല്ലാഹു തആല മഴ തടയുന്നതാണ്. പിന്നെ പെയ്ത മഴയ്ക്ക് എന്താണ്, ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ മഴ പെയ്തത്? അത് ഈ കന്നുകാലികളെ ആലോചിച്ചിട്ടാണ് അല്ലാഹു തആല മഴ തന്നത്. സക്കാത്ത് തടയുകയും, അതായത് പാവപ്പെട്ടവന്റെ അവകാശമാണല്ലോ സക്കാത്ത്. പാവപ്പെട്ടവന്റെ അവകാശം തടഞ്ഞു വെച്ചാൽ, സക്കാത്തിന്റെ അവകാശികൾക്ക് കിട്ടേണ്ട അവകാശം തടഞ്ഞു വെച്ചാൽ, അത് സുന്നത്തായതുണ്ട്, ഫർളായതുണ്ട്. പള്ളിയിലേക്ക് ഒരു ഓഫർ വരുമ്പോൾ 1000 രൂപ എഴുതുന്നു, പിന്നീട് ചോദിച്ചാൽ അതിന്റെ പണം കിട്ടാതെ വരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ഏൽക്കുന്ന പല സക്കാത്തുകളും ഉണ്ട്. അതൊക്കെ സുന്നത്തിൽ പെടുമോ ഫർദിൽ പെടുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട. സുന്നത്താണെങ്കിലും ഫർദാണെങ്കിലും അത് നമ്മൾ ഏറ്റാൽ അത് നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മൾ പലരും വരിസംഖ്യ ഏൽക്കും. വരിസംഖ്യ ഓരോ മാസവും 100 രൂപ വരിസംഖ്യ ഏൽക്കും. ഏൽക്കുന്ന 1-2 മാസം വരിസംഖ്യ കൊടുക്കും, പിന്നെ കൊടുക്കാതെയാകും.
അങ്ങനെ കൊടുക്കാത്ത സാമ്പത്തിക പ്രതിസന്ധി ബുദ്ധിമുട്ട് വന്നാൽ അത് പറഞ്ഞു തീർക്കണം. അതല്ലാതെ എനിക്കിപ്പോൾ തരാൻ കഴിയുന്ന സന്ദർഭമല്ലെന്ന് പറയണം. അതല്ലാതെ വരിസംഖ്യ ഏറ്റിട്ട് പിന്നെ കൊടുക്കാതിരുന്നാൽ അത് വലിയ പ്രയാസമാണ്. പള്ളിയുടെ നിർമ്മാണ സമയത്ത് വലിയ സംഖ്യ ഏൽക്കുകയും പിന്നീട് അത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ മദ്രസയിലേക്ക് അല്ലെങ്കിൽ അജ്മീറിലേക്ക് കൊണ്ടുപോകാമെന്ന് നേർച്ചയാക്കുന്നു. എനിക്കൊരു ആൺകുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് ഒരു വകതിരി എത്തിയാൽ 3 or 4 വയസ്സായാൽ കുട്ടി അജ്മീറിലേക്ക് കൊണ്ടുപോകാമെന്ന് നേർച്ചയാക്കുന്നു. അങ്ങനെ 3 or 4 വയസ്സായിട്ടും പിന്നെ കുട്ടിയെ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ എത്ര നേർച്ചകൾ ചെയ്യുന്നവരുണ്ട്, എത്ര കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ട്, എത്ര ഫർളായ സക്കാത്ത് കൊടുക്കാത്തവരുണ്ട്. ആ നേർച്ചകളും കടങ്ങളും കടപ്പാടുകളും ഏറ്റെടുത്തതും അതുപോലെ ഫർളായ സക്കാത്തുകളും കൊടുക്കാത്ത എത്ര ആളുകളാണ്. ആ നേർച്ചക്കടങ്ങൾ വീട്ടാതിരുന്നാൽ വലിയ പ്രയാസമാണ്. അല്ലാഹു പറയുന്നു, മുനിയുൽ ഖദ്റ മിനസ്സമാഇ, ആകാശത്തു നിന്നുള്ള മഴ അവർക്ക് തടയപ്പെടും. അല്ലാഹു മഴ കൊടുക്കുന്നതോ വലൗലൽ ബഹാഇമു ലം യുംതറു, മൃഗങ്ങൾ ആലോചിച്ചിട്ടാണ് അല്ലാഹു മഴ കൊടുക്കുന്നത്.